സാധാരണ ചെയ്യുന്ന വെച്ചാൽ അമ്പലത്തിൽ നവീകരണം വരിക, അല്ലെങ്കിൽ ഈ ബിംബം മാറേണ്ട ഒരവസ്ഥ വരിക, അതായത് ജീർണിച്ച ബിംബമായി മാറുക, അല്ലെങ്കിൽ ശ്രീകോവിൽ എന്തെങ്കിലും ജീർണത സംഭവിക്കുക, അഗ്നിബാധ ഉണ്ടാവുക, കാലഘട്ടം കൊണ്ട് തകരാറുകൾ സംഭവിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ നവീകരണം ചെയ്യുമ്പോൾ ക്ഷേത്രം നവീകരിക്കും, ബിംബം മാറണമെങ്കിൽ ബിംബം മാറും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ 8 ദിവസമായിട്ടും 11 ദിവസമായിട്ടും നവീകരണങ്ങൾ നടത്തും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട യജമാൻ, അതുപോലെ അമ്പലവാസികൾ, ഇവിടെയുള്ള തന്ത്രി, അതുപോലെ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരായിട്ടുള്ള വൈദിക ബ്രാഹ്മണർ, അവരോടൊക്കെ പ്രാർത്ഥിച്ച് അവരുടെ അനുവാദം വാങ്ങിയിട്ടാണ് നമ്മൾ ഈ ക്രിയകളൊക്കെ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ, അതുപോലെ തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ദേവനുമായിട്ട് ബന്ധപ്പെട്ട പരിവാരങ്ങളോടുകൂടെ പ്രാർത്ഥിക്കും. അപ്പോൾ അവരുടെയൊക്കെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കയറിയിട്ട് ഹെഡ് ചെയ്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ മേൽനോട്ടത്തിലാണ് എല്ലാം നിൽക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ശരിക്കും പ്രോട്ടോക്കോളാണ്. ക്ഷേത്രം ദേവനെ പരിപാലിക്കുന്ന യജമാൻ്റെ കീഴിലുള്ള ജീവനക്കാർ, ആ ദേവനുമായിട്ട് ബന്ധപ്പെട്ട തന്ത്രി, അവിടെ പൂജ ചെയ്യുന്ന മേൽശാന്തി, അങ്ങനെയുള്ള ഒരു വലിയൊരു പ്രോട്ടോക്കോളിൻ്റെ അർത്ഥമാണ്. അവരോടെല്ലാം അനുവാദം വാങ്ങിയിട്ടാണ് ഈ ദേവനുമായിട്ട് ബന്ധപ്പെട്ട 2 പരിചാരകന്മാർ ശ്രീകോവിലിൻ്റെ അകത്തുണ്ട്. അതിന് പുറത്ത് 2 പരിചാരകന്മാരുണ്ട്, പടനായകന്മാരെന്ന് പറയും. അതിൻ്റെ പുറത്ത് വാഹനമുണ്ട്. അതിൻ്റെ ചുറ്റുമായിട്ട് ഇന്ദ്ര ദിക്പാലകന്മാരുണ്ട്. ഇന്ദ്രനൃതി, യമൻ നൃതി, വരുണൻ, വായു, സോമൻ, ഈശാനൻ, വൈശ്രവണൻ, കുറേ ആളുകളുണ്ട്. അതിൻ്റെ പുറത്തേക്ക് വരുമ്പം അതുപോലെ ദേവൻ്റെ നിർമ്മാല്യം ഭക്ഷിക്കുന്ന ദൂർത്തസേന എന്ന് പറഞ്ഞ ആളുണ്ട്. അതിന് പുറത്ത് വരുമ്പം അവിടെയും കാവൽക്കാരുണ്ട്. അതിൻ്റെ പുറത്ത് വരുമ്പോൾ ഒരുപാട് കാലം നമുക്ക് ഇവരെയൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അവരെയൊക്കെ നമ്മൾ അന്നം കൊടുത്ത്, വർഷത്തിലൊരിക്കലും ഇവർക്ക് സാധാരണ അന്നം കിട്ടാറുണ്ട്. ശ്രീപൂതിലോ അല്ലെങ്കിൽ ഉത്സവലിയോ അല്ലെങ്കിൽ ഇവയിലേക്ക് വരുമ്പോഴാണ് സാധാരണ അന്നം കിട്ടുന്നത്. അവർക്ക് ലഭിക്കുന്ന ആ അന്നം നമ്മൾ നൽകിയിട്ട് അവരെ സന്തോഷിപ്പിച്ച് അവരോടും കൂടെയുള്ള പ്രാർത്ഥനയാണ്. ആ സൂക്ഷ്മമായ എല്ലാ ശക്തികളോടും പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെയൊരു കാര്യത്തിന് വേണ്ടി ഞങ്ങൾ പുറപ്പെടുകയാണ്. അത് ചെയ്യാനായിട്ട് അനുവാദം തരണം എന്നുള്ള പ്രാർത്ഥനയാണ്.
നേരത്തെ പറഞ്ഞ പോലെ ബിംബം മാറുന്നുണ്ടെങ്കിൽ ഓരോരുത്തരോടും പ്രത്യേകം ആദ്യം ബ്രാഹ്മണരുടെ അനുവാദം വാങ്ങണം. അവർ ദാനം ചെയ്ത് അവരുടെ അനുവാദം വാങ്ങിയിട്ട് അതിനുശേഷം ഒരാളെ യജമാനോട് അനുവാദം വാങ്ങിക്കണം. അതിനുശേഷം ഭക്തജനങ്ങളോടും അനുവാദം വാങ്ങിക്കണം. അതിനുശേഷം ഈ പറയുന്ന സൂക്ഷ്മമായിട്ട് എല്ലാത്തോടും അനുവാദം വാങ്ങിക്കണം. ബിംബം മാറുന്നുണ്ടെങ്കിൽ, ബിംബം മാറാത്ത സാഹചര്യമായതുകൊണ്ട് ഈ സൂക്ഷ്മമായ എല്ലാ വ്യക്തികളോടും നമ്മൾ അനുവാദം വാങ്ങിക്കണം. അങ്ങനെയുള്ള അനുവാദം അതായത് നാളെ രാവിലെ ഇപ്പോൾ അതും കൂടെ ചെയ്യണം, നമ്മൾ സത്യം ചെയ്യണം. മുഹൂർത്തത്തിൽ ദേവൻ്റെ അഷ്ടബന്ധ ക്രിയ ചെയ്തുകൊള്ളാം അനുവാദമായി. ഈ അഷ്ടബന്ധ ക്രിയ എന്ന് പറഞ്ഞാൽ ദേവൻ്റെ ബിംബത്തെ നമ്മൾ താൽക്കാലികമായിട്ട് ആ പീഠശക്തിയെ ദേവനിലേക്ക് ലയിപ്പിച്ച് ആ പീഠവും ബിംബവും വെവ്വേറെയാക്കി ആ ബിംബത്തിന് താഴെയെല്ലാം നാളശോധന എന്ന് പറയും. ആ ബിംബത്തിൻ്റെ അടിയിലുള്ള നാളമൊക്കെ വൃത്തിയാക്കി അവിടെ മണ്ണും മണലൊക്കെ അവിടെ രത്നങ്ങളും സ്വർണ്ണമൊക്കെ നശിക്കാണ്ട് അതൊക്കെ നശിച്ച് അവിടെ നമ്മൾ പ്രതിഷ്ഠിക്കുക ചെയ്യും. ഈ ബിംബം എന്ന് പറയുമ്പോൾ നമ്മൾ ക്ഷേത്രസങ്കല്പത്തിൽ പ്രധാനമായിട്ട് നപുംസകശില ഷടാധാരമൊക്കെ സംഗതിയാണ്. ഈ ഷടാധാരങ്ങൾ 6 ആധാരങ്ങളാണ്. നമ്മുടെ ശരീരത്തിലുള്ള 6 ആധാരങ്ങളാണ്. മൂലാധാരം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞം. ഈ 6 ആധാരങ്ങൾക്ക് മുകളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഈ 6 ആധാരങ്ങളും കഴിഞ്ഞിട്ടാണ് നപുംസകശില വരുന്നത്. നപുംസകശില എന്ന് പറഞ്ഞാൽ പരബ്രഹ്മം എന്ന് പറയുന്നൊരവസ്ഥ. അതിൽ നിന്നാണ് എല്ലാ സൃഷ്ടിയുണ്ടായത്. ആ തത്വത്തിലാണ് നപുംസകശില പ്രതിഷ്ഠിച്ചാരാധിക്കുന്നത്. അതിൻ്റെ മുകളിലാണ് പീഠം പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ ഈ നപുംസകശില എന്ന് പറയുന്ന ബ്രഹ്മവും ആ ബ്രഹ്മത്തോടു കൂടി ശക്തി ചേരുമ്പോഴാണ് പ്രപഞ്ചത്തിൻ്റെ ഉത്സവം ഉണ്ടാകുന്നത്. അത് ദേവനായിട്ട് പറയണം. അതാണ് ബിംബം എന്ന് പറയുന്നത്. അപ്പോൾ അത് വലിയ സങ്കല്പമാണ്. സാധാരണ ഒരു കല്ല് നമ്മൾ പറയും, ആ കല്ലിൻ്റെ പിറകുള്ള തത്വം എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിലൊക്കെ അപ്പുറമാണ്. തന്ത്രശാസ്ത്രത്തിൻ്റെ അത്രയും ഒരു വ്യാപ്തി. അപ്പോൾ ആ 6 ആധാരങ്ങളും കടന്ന് ബ്രഹ്മാവസ്ഥയും ആ ബ്രഹ്മാവസ്ഥയോട് ശക്തി കൂടി ചേർന്ന് സൃഷ്ടിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. ആ സൃഷ്ടി സുബ്രഹ്മണ്യമൂർത്തിയായിട്ട് ഇവിടെ പരിലസിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആ തത്വത്തിൽ നമ്മൾ വളരെയധികം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ആ ദേവനോടും ദേവൻ്റെ പരിവാരങ്ങളോടൊക്കെ മുഹൂർത്തം പറഞ്ഞിട്ട് നാളെ രാവിലെ ഇത്ര മണിക്ക് മുഹൂർത്തത്തിൽ നമ്മൾ ഭഗവാന്റെ അഷ്ടബന്ധക്രിയ ചെയ്തു കൊള്ളാം എന്നുള്ളൊരു സത്യം പ്രതിജ്ഞകളെ ചെയ്യണം. പ്രതിഷ്ഠയോളം പ്രാധാന്യമാണ് അഷ്ടബന്ധക്രിയ എന്ന് പറഞ്ഞാൽ. പ്രതിഷ്ഠ ചെയ്ത ഫലം തന്നെയാണ്. അതായത് ബിംബം എന്ന് പറയുന്ന ദേവൻ, ശക്തി എന്ന് പറയുന്ന ആ ദേവനുമായിട്ട് ബന്ധപ്പെട്ട ശക്തി അവർ തമ്മിൽ ഒരിക്കലും വേർപിരിയാൻ പാടില്ല. ആ ലോകാനുഗ്രഹേത്വർത്ഥം സ്ഥിരീഭവസുഖ എന്ന ലോകത്തിൻ്റെ അനുഗ്രഹത്തിനായിക്കൊണ്ട് അങ്ങ് ഇവിടെ സ്ഥിരമായിട്ട് ഭവിക്കണം. അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് ഭവിക്കാനാണ് അഷ്ടബന്ധട്ട് ഉറപ്പിക്കുന്നത്. അഷ്ടബന്ധം ഇളകിപ്പോയാൽ നമ്മളതിനെ നിൽക്കുന്നിടത്ത് ഇളകിപ്പോയാൽ നമുക്ക് അവിടെ നിർത്തുറക്കില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ അത് ഉറപ്പിക്കാം. ആ ഭഗവാന്റെ ചൈതന്യത്തെ ഇളകാതെ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് ലോകാനുഗ്രഹേത്വർത്ഥം ലോകത്തിന് സുഖമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതും പറഞ്ഞില്ല. എല്ലാം പറഞ്ഞാൽ മനസ്സിലായില്ല. അല്ലേ കന്നഡയിൽ വേണമെങ്കിൽ മനസ്സിലായില്ല. മുഹൂർത്തം യജമാനൻ പറയണം. എഴുതിയ പേപ്പർ നോട്ടീസ് ഒന്ന് നോട്ടീസ് 7/22 ഏത് ലഗ്ന ಯಾವ ಲಗ್ನ ഞാൻ പറഞ്ഞു കൊടുക്കാം. 7/22 ಧನುರ್ ಲಗ್ನ ಅದು ಗೊತ್ತಾಗಿದೆ. പ്രാപ്തം കാലവശാത് ഭൂയോ വയം തൽക്കർത്തുമുദ്യതാ കാലേനൈതാവതാഭൂയ പ്രാസാദേസ്മിൻ പുനർനവേ പ്രാപയാമോ വയം സത്യം ശൃണ്വന്തു ദേവതാ സർവാ പ്രാസാദമിമമാശ്രിതാ യദുജ്യമാനമസ്മാഭി അനുഗൃഹന്തു തേന പൂർവം കൃതമിദം ദേവാലയമസാരവൽ പ്രാപ്തം കാലവശാത് ഭൂയോ വയം തൽക്കർത്തുമുദ്യതാ കാലേനൈതാവതാഭൂയ പ്രാസാദേസ്മിൻ പുനർനവേ
പ്രാപയാമോ അയം സത്യം ശൃണ്വന്തു ദേവതാ സർവാഃ പ്രാസാദമിമാശ്രിതാഃ യദുച്യമാനമസ്മാഭിः അനുഗൃഹ്ണന്തു തേന പൂർവൈः പൂർവം കൃതമിദം ദേവാലയം സാരവൽ പ്രാപ്തം കാലവശാത് ഭൂയോ വയന്തൽ കർത്തുമുദ്യതാ കാലേന ഏതാവതാഭൂയ പ്രാസാദേസ്മിൻ പുനർനവേ പ്രാപയാമോ വയം സത്യം തദനുജ്ഞാതുമർഹത. പറയുന്നത് ഏറ്റു പറയണേ എല്ലാവരും. ക്രിസ്തുവർഷം 2023 ആണ്ട് ഡിസംബർ 29 തീയതി കൊല്ലവർഷം 1299 ആണ്ട് ധനുമാസം 13 തീയതി വെള്ളിയാഴ്ച രാവിലെ 7:20 8 മധ്യേ ധനുരാശി ശുഭമുഹൂർത്തത്തിൽ മൂവാറ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഭഗവാന്റെ അഷ്ടബന്ധക്രിയ നടത്തിച്ചുകൊള്ളാം. സത്യം 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 സത്യം. ಅದು ಕಳೆದು ಬೆಳಗ್ಗೆ ಈ ಮುಹೂರ್ತದಲ್ಲಿ ಅಷ್ಟಬಂಧ ಪ್ರತಿಷ್ಠೆ ಅದು ಕಳೆದು ದೇವರಿಗೆ ಚೈತನ್ಯ ವರ್ಧನೆಗೆ ಬೇಕಾಗಿ ಸಾನ್ನಿಧ್ಯ ಅದಕ್ಕೆಲ್ಲ ಬೇಕಾಗಿ ಬ್ರಹ್ಮಕಲಶವನ್ನು ಇವತ್ತು ತತ್ವಗಳಿಂದ ಎಲ್ಲ ಪೂಜಿಸದ ಬ್ರಹ್ಮಕಲಶ ಪೂಜೆ ಮಾಡಿಯಾಗಿದೆ. ಅದರ ಪರಿಕಲಶ ಪೂಜೆ ನಡೀತಾ ಉಂಟು. ಅದನ್ನು ಅಷ್ಟಬಂಧ ಕ್ರಿಯೆ ಕಳೆದ ಒಳಗೆ ಈ ಬ್ರಹ್ಮಕಲಶವನ್ನು ಸುಬ್ರಹ್ಮಣ್ಯನಿಗೆ ಮೊದಲು ಬ್ರಹ್ಮಕಲಶಾಭಿಷೇಕ ಮತ್ತು ಎಲ್ಲ ಪರಿಕಲಶ ಎಲ್ಲ ದೇವರಿಗೆ ಮೊದಲು ಪರಿಕಲಶ ಪೂಜೆ ಮಾಡಿ ಲಾಸ್ಟಿಗೆ ಬ್ರಹ್ಮಕಲಶ. ಸುಬ್ರಹ್ಮಣ್ಯನಿಗೂ ಅಯ್ಯಪ್ಪ ಸ್ವಾಮಿಗೂ ಮೊದಲು ಬ್ರಹ್ಮಕಲಶ, ಸ್ಟಾರ್ಟಿಂಗಿನಲ್ಲೇ ಬ್ರಹ್ಮಕಲಶವನ್ನು ಅಭಿಷೇಕ ಮಾಡಿ ಲಾಸ್ಟಿಗೆ ಪರಿಕಲಶ ಅಭಿಷೇಕ ಮಾಡೋದು. ಇಲ್ಲಿ ಸುರುವಿಗೆಯ ಬ್ರಹ್ಮಕಲಶಾಭಿಷೇಕಕ್ಕೆ ಎಲ್ಲರೂ ಬಂದು ಸೇರಿ ದೇವರ ಅನುಗ್ರಹಕ್ಕೆ ಪಾತ್ರರಾಗಬೇಕು ಅಂತ ಹೇಳಿ ಪ್ರತ್ಯೇಕ ಪ್ರಾರ್ಥನೆ. ಬ್ರಹ್ಮಕಲಶಾಭಿಷೇಕವನ್ನು ನೋಡಿ ಅದರ ಪರಿಕಲಶಾಭಿಷೇಕವು ಅವಸಾನದವರೆಗೆ ನೋಡಿ ಮಹಾಪೂಜೆ ಇಲ್ಲಿಯ ಎಲ್ಲ ಕಾರ್ಯಗಳಲ್ಲಿ ನಿರತವಾಗಿ ಪ್ರಸಾದವನ್ನು ಸಹ ಸ್ವೀಕರಿಸಿ ಹೋಗಬೇಕು ಅಂತ ಇಲ್ಲಿಯ ಯಜಮಾನರ ಬಾಬ್ತು ಮತ್ತು ಭಕ್ತರ ಎಲ್ಲರ ಬಾಬ್ತು ಹೇಳಿಕೊಳ್ತೇವೆ. ಮುಹೂರ್ತ ಹೇಳಿದ ಇದು ಇದ್ದಾರಪ್ಪ ಒಳಕುಂಜಿಯವರು ಬೆಳಿಗ್ಗೆ ಅದನ್ನೊಮ್ಮೆ ಕರೆದಿದ್ದು ಕರೆದೊಮ್ಮೆ ಹೇಳಿಬಿಡಿ. ಈಗ ಯೋಚಿಸಲಿಗೆ ಸ್ವಲ್ಪ ನೀವು ನಿಮಗೆ ಅಲ್ಲಿಗೆ ಬರದ ಕಾರಣ ಬಾಲಣ್ಣನಲ್ಲಿ ನೀವು ಹೇಳಿಸ್ಬೇಕು. ಅಲ್ಲಿ ಹೇಳಿದ್ರೆ ಆಯಿತು ಹೀಗೆ ಬೆಳಗಿನ ಮುಹೂರ್ತಕ್ಕೆ ಪ್ರತಿಷ್ಠೆ ಮಾಡಿ ಬರಬೇಕು, ಅಷ್ಟೊಂದು ಪ್ರತಿಷ್ಠೆ